ആഗമ മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ രണ്ട് പ്രമുഖ ബൈബിൾ പ്രഭാഷകരായ പാസ്റ്റർ സജു ചാത്തന്നൂരും സുവിശേഷകൻ ജോൺ ബി തോമസും അന്ത്യകാലത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത സൈന്യം ഇസ്രയേലിനെ ആക്രമിക്കും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതിലേക്കായി അവർ ഉദ്ധരിക്കുന്ന വേദഭാഗം എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങളാണ്. അതിനോട് ചേർന്ന് അവർ പറയുന്ന പ്രസ്താവന വളരെ ചിന്തിക്കേണ്ടതാണ്. വിശേഷവിധിയായി സുവിശേഷൻ ജോൺ ബി തോമസ് പ്രഖ്യാപിക്കുകയാണ്, 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയതാണെന്ന്. കേവലം വ്യാഖ്യാനമല്ല, ദൈവം വെളിപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ അതിന് മാറ്റമില്ലെന്നാണല്ലോ അർത്ഥമാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രസ്താവനകൾ ഇവരിൽ പലരും അറിയാതെയോ പറയുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ നാം ചോദ്യം ചെയ്യേണ്ട ഒന്നാണ്. അതിനാൽ എസെക്കിയേൽ പ്രവചനത്തിൽ നിന്ന് അവർ ചൂണ്ടിക്കാണിച്ച വേദഭാഗത്തെ ഒരു ഭാഗം മാത്രം ഇവിടെ ഉദ്ധരിക്കുകയാണ്. മനുഷ്യപുത്ര, മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ മേശക്ക്, തൂബാൽ എന്നിവിടങ്ങളിലെ പ്രധാന പ്രഭുവിനെതിരെ മുഖം തിരിച്ച് പ്രവചിക്കുക. ഗോഗ്, ആ ഗോഗ് മാഗോഗ് ദേശക്കാരനാണ് എന്ന് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. ഈ ഗോഗ് റഷ്യയാണോ? റഷ്യ എന്ന പദത്തോട് സമാനത പുലർത്തുന്ന ഒരു പദമായതുകൊണ്ട് റഷ്യയാണെന്ന് പറയാൻ കഴിയുമോ? ധാരാളം പദങ്ങൾ നാം ഉപയോഗിക്കുന്നത് സമാനമായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് വടക്കഞ്ചേരിയുണ്ട്, വടക്കാഞ്ചേരിയുണ്ട്. വടക്കഞ്ചേരി പാലക്കാട് ജില്ലയിലും വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലുമാണ്. രണ്ടും ഒന്നല്ല. ഇതുപോലെ തന്നെ രോഷ്, വാസ്തവത്തിൽ എബ്രായ പദം രോഷ് എന്ന് ഉച്ചരിക്കേണ്ടതാണ്. അതും റഷ്യയുമായി ഏകദേശം ഉച്ചാരണത്തിൽ സാമ്യമുള്ളത് കൊണ്ട് അവർ വ്യാഖ്യാനിക്കുകയാണ്. മേശക്ക് മോസ്കോയുമല്ല, റഷ്യയുമല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കണമെങ്കിൽ അതിന് ഉപോത്ബലകമായ ശക്തമായ തെളിവ് നാം ഹാജരാക്കണം. വേദപണ്ഡിതന്മാര് മിക്കരും അതിനോട് യോജിക്കുന്നില്ല. മാത്രമല്ല, അതിനെ എതിർക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. പ്രശസ്ത യഹൂദ ചരിത്രകാരനായ യോസിഫസ് പറയുന്നത്, മാഗോഗിന്റെ ദേശം ഇസ്രയേലിന്റെ വടക്ക് കാസ്പിയൻ കടലിനും വടക്കും കിഴക്കും പാർത്തിരുന്ന സിത്യന്മാരുടേതാണെന്ന്. സിത്യന്മാർ പൗരാണികരായ അർമേനിയൻ ജനതയാണ്. ഈ അർമേനിയക്കാർ വാസ്തവത്തിൽ റഷ്യ എന്ന അല്ലെങ്കിൽ USSRന്റെ ഒരു ഭാഗമായിരുന്നു. ഇന്ന് അർമേനിയ വേറിട്ട് നിൽക്കുന്നു. റഷ്യ വേറൊരു രാജ്യമാണ്. ഇത് USSR ഇല്ല. 1991 USSR ശിഥിലമായി. മാത്രമല്ല, റഷ്യ എന്ന പദത്തിന്റെ ആവിർഭാവം 11ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. 11ാം നൂറ്റാണ്ടിൽ ഉണ്ടായ റഷ്യ എന്ന പദം അതിന് 10-17 നൂറ്റാണ്ടിന് മുമ്പ് പ്രവാചകൻ പറയുകയാണെന്ന് വ്യാഖ്യാനിച്ചാൽ എത്ര ശുദ്ധമായ വിവരക്കേടാണ്. കാരണം ആധുനികമായ പല പദങ്ങളും പഴയ കാലഘട്ടത്തിലെ പദങ്ങളോട് പൊരുത്തപ്പെടുന്നവയല്ല. അതുമാത്രമല്ല, ഈ എസെക്കിയേൽ പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്. പ്രവാചകന്മാർ മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അപവാദം എന്നുള്ളത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു കാര്യമുണ്ട്. അത് പേര് പറഞ്ഞു പറയുകയും കൃത്യമായ അതിന് പേരിന്റെ അർത്ഥപ്രകാരം അത് അന്വർത്ഥമാകുകയും ചെയ്തിട്ടുണ്ട്.
മാത്രമല്ല വില്യം മാക്ഡൊണാൾഡ് ബിലീവേഴ്സ് ബൈബിൾ കമൻട്രിയുടെ രചയിതാവ് പറയുകയാണ്, ഇത് മോഹിപ്പിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്, പക്ഷേ ബൈബിളിൽ ഒരു തെളിവും ഇതിനെ ചൂണ്ടിക്കാണിക്കാനാവില്ല. കൂടാതെ മറ്റൊരു വ്യാഖ്യാതാവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദർ ഈസ് നോ എവിഡൻസ് ഫ്രം ദി ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് ദാറ്റ് എ കൺട്രി നെയ്മഡ് റോഷ് എവർ എക്സിസ്റ്റഡ്. എക്സ്പോസിറ്റേഴ്സ് ബൈബിൾ കമൻട്രി എന്നുള്ള ഉത്തരവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഒരു രാജ്യം എപ്പോഴെങ്കിലും നിലനിന്നതായിട്ട് യാതൊരു തെളിവും ഇല്ലെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനം അത് ഇക്കാലത്ത് നിലനിൽക്കുന്നതല്ല. വടക്ക് നിന്ന് ഒരു രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ അന്ത്യകാലത്ത് ഒരു യുദ്ധം ഉണ്ടാകും, അത് രക്ഷയാണെന്ന് അസന്നിഗ്ധമായി പറയുവാൻ നിങ്ങൾക്കെന്താ അവകാശം? അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നാൽ തെറ്റെന്ന് പറയാനാവില്ല, നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ദൈവം പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വചനവിരുദ്ധമായ നിലയിൽ ഇങ്ങനെ പ്രസ്താവന നടത്തുന്നത് ആധുനികമായ മാത്രമല്ല, ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഭൂഷണമായ ഒന്നല്ല. ഇത്തരത്തിലുള്ള കള്ളപ്രവചനങ്ങളെ നടത്തുന്നവരെ കള്ളപ്രവാചകന്മാർ എന്നല്ലാതെ പിന്നെന്താണ് പറയുക? ഇതുപോലെയുള്ള പ്രവചന ഭാഗങ്ങൾ ഭാവിയിൽ നാം വിശകലനം ചെയ്യുന്നതാണ്. ഈ ഒരു പ്രവചന ഭാഗം മാന്യ വായനക്കാർ ശ്രദ്ധിച്ചു വായിച്ചാൽ അന്ത്യകാലത്ത് നടക്കുന്ന ഒരു സംഘട്ടനത്തിൻ്റെ തെളിവായി കാണാമെന്ന് പറയാമെങ്കിലും അത് രക്ഷ തന്നെയാണെന്ന് നമുക്കാർക്കും പറയാനാവില്ല എന്ന് സൂചിപ്പിക്കട്ടെ.